ഋഷഭ് ഷെട്ടി നായകനായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കാന്താര ചാപ്റ്റർ 1 പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണങ്ങളാണ്. സ്ക്രീനിൽ തീ പാറിച്ചെന്നും ആദ്യ ഭാഗത്തേക്കാൾ മികച്ചതാക്കി രണ്ടാം ഭാഗമെന്നും പ്രേക്ഷകർ വിലയിരുത്തി. ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം കേൾക്കാം. അങ്ങനെ വോ എന്ന് വിളിപ്പിക്കുന്നതാണ് കാന്താര ചാപ്റ്റർ 1 എന്ന് വിളിക്കേണ്ടി വരും. രണ്ടാം ഭാഗം 3 വർഷത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ അതിന്റെ റിവ്യൂ ആയിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ അത്രമാത്രം എക്സൈറ്റ്മെന്റോടുകൂടിയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പ്രതീക്ഷ എത്ര പ്രതീക്ഷ വന്നാലും നിങ്ങൾക്ക് അതിന് മുകളിൽ സിനിമ നൽകും. അത്രത്തോളം ക്വാളിറ്റി നടനം രാക്ഷസ നടനം തന്നെ എടുത്തു പറയാം നമുക്ക്. എന്ന് വെച്ചാൽ എല്ലാവരും കൊടുത്ത റോളുകൾ അതിന് അവർക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അതിന്റെ 10 ഇരട്ടി വരും. സിനിമ കാണുമ്പോഴേക്ക് മനസ്സിലാവും അത്രത്തോളം പെർഫോമൻസും അതിനോടൊപ്പം തന്നെ വിഷ്വൽ ക്വാളിറ്റിയും എല്ലാം. എനിക്ക് തോന്നുന്ന ഇത്രയും നല്ല രീതിയിലൊരു സിനിമ ഈ ഒരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എത്ര മുടക്കിയോ അതിന്റെ 10 ഇരട്ടി സിനിമയിൽ നമുക്ക് കാണാനുണ്ട്. കാട്ടുതീ പടം ഭയങ്കര. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളും ഉണ്ട്, പ്ലോട്ട് സെറ്റ് ചെയ്യുന്ന ലാഗൊക്കെ ഉണ്ട്. ഇന്റർവൽ ബ്ലോക്ക് സൂപ്പർ ബ്ലോക്കാണ്. പിന്നെ അങ്ങോട്ട് എന്താണ് ഋഷഭ് ഒരു രക്ഷയില്ല. പിന്നെ അതിലെ നടിയായാലും ഭയങ്കര ആക്ടിങ്, ഒരു രക്ഷയില്ല. രുക്മിണിയുടെ ആക്ടിങ് സൂപ്പറാണ്, ജയറാമിന്റെ ആക്ടിങ് സൂപ്പറാണ്. മൊത്തത്തിൽ ഒന്നും പറയാല്ല. VFX, സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, യു ഇത് ആരും കാണാതിരിക്കല്ലേ. കാട്ടുതീ ആദ്യം വന്നതിനെക്കാട്ടി ഭയങ്കര ഗംഭീരം, അതിഗംഭീരം. ബോംബെയിൽ ടാക്സി ഡ്രൈവർ ആയിരുന്ന ആളാണ്, ഇപ്പൊ നിൽക്കുന്നുണ്ട്. അത് ദൈവം സൃഷ്ടിച്ച ഒരാളാണ് രാജീവ് ഷെട്ടി എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് കിടിലൻ പെർഫോമൻസ്. ഞാൻ തൊഴുതുകൊണ്ടാണ് കണ്ടത്. ഋഷഭ് ഷെട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്ക് ഭയങ്കര ദൈവത്തിന് പോലെയാണ് തോന്നുന്നത്. പറയുമ്പോ തന്നെ ഇങ്ങനെ തൊഴാനാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ സമയത്തൊക്കെ ചെറിയൊരു ലാഗും എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. പക്ഷെ എനിക്കൊന്ന് പറയാം, സെക്കൻഡ് ഹാഫ് ഒക്കെ മൈൻഡ് ബ്ലോയിങ്. മേക്കിംഗ് ഒക്കെ ഇത് എടുക്കുമ്പോ അവര് എങ്ങനെ ഇത് മേക്ക് ചെയ്തെടുത്ത് മനസ്സിലാവാനുള്ള അത്രയ്ക്ക് അടിപൊളിയായില്ല. ഒരു ലാസ്റ്റ് 20 minutes എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിപ്പോവും. ആ രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് സെക്കൻഡ് പാർട്ട് അല്ല അവർ ചെയ്തേക്കുന്നത്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ഇനി ടിക്കറ്റ് കിട്ടും തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ മൊത്തം ഫില്ലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം നല്ല രീതിയിൽ സിനിമ എങ്ങനെയാണോ ഒരു സിനിമ എടുക്കേണ്ടത് അത്ര നല്ല രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. എല്ലാ തലത്തിലും ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ആൻഡ് ക്ലൈമാക്സിലെ അവസാനത്തെ രംഗങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തെറിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയാൻ വരുന്ന, ഏകദേശം കാന്താര ചാപ്റ്റർ 1 അല്ലെങ്കിൽ ചാപ്റ്റർ 2 ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ക്ലൈമാക്സ് ആണ്. ചാപ്റ്റർ 1 വരുമ്പോഴും ചർച്ചയാകാൻ പോകുന്നത് ക്ലൈമാക്സ് ആണ്. അവസാനത്തെ 30 മിനിറ്റ് ആണ്. എല്ലാ അർത്ഥത്തിലും തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റിയിൽ നിങ്ങൾ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. കാന്താര ചാപ്റ്റർ 1 നിങ്ങളെ നിരാശപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആദ്യ ഷോ കഴിഞ്ഞിട്ട് മനസ്സിലാക്കുകയാണ്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിലും അഭിപ്രായം പറയുക, കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. MS ഹരീഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഹരിയുടെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ പ്രകടമാണ്. സിനിമ അത് എത്ര കണ്ട് മികച്ചതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ. ഈ കാന്താര 2 ചിത്രീകരണ വേളയിൽ തന്നെ വിവാദങ്ങൾ ഏറെ ഉയർന്നതാണ്. ചില അന്ധവിശ്വാസങ്ങളുമൊക്കെ കെട്ടുപിണഞ്ഞുകൊണ്ടാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അണിയറ പ്രവർത്തകരുടെ പലരുടെയും മരണത്തിന് പോലും ഇടയാക്കിയ സംഭവങ്ങളൊക്കെ ഈ കാന്താരയുടെ ചിത്രീകരണ വേളയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കാന്താര 2 ഒന്നിനേക്കാൾ മികച്ചു നിൽക്കുന്നു. അതാണോ പൊതുവിലുള്ള സാഹചര്യം? എങ്ങനെയുണ്ട് ഇപ്പോൾ ബോക്സ് ഓഫീസ് കണക്കുകൾ വല്ലതും പുറത്തു വരാറായോ? യെസ്, ഹരിയിലേക്ക് വരാം. എന്തായാലും കാന്താര 2 ഏറ്റവും മികച്ചത് എന്നതാണ് പ്രേക്ഷക പ്രതികരണം. തിരുവനന്തപുരത്തെ വിവിധ തിയേറ്ററുകളിൽ നിന്നുള്ള പ്രതികരണമാണ് വരുന്നത്. ഒപ്പം പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് സിനിമ മികച്ചതായി എന്നതാണ്. കാന്താര 2, കാന്താര 1 വലിയ വിജയമാണ്. തെയ്യം എന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് മലയാളികൾക്കും ഏറെ ആത്മബന്ധമുള്ള ഒരു സിനിമ കൂടിയാണ് കാന്താര. കാന്താരയുടെ ഇതിവൃത്തവും പ്രമേയം ഒക്കെ ആ തരത്തിൽ തന്നെ സ്വീകരിക്കപ്പെട്ടതാണ്. മലയാളത്തിലും കാന്താര 1 ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചതാണ്. അങ്ങനെയാണ് കാന്താര ചാപ്റ്റർ 2 വരുമ്പോൾ ആ തരത്തിൽ തന്നെയാണ് പ്രേക്ഷക പ്രതികരണം. മികച്ചതാണ്, ഏറ്റവും മികച്ച തീം, ഒപ്പം തന്നെ പ്രകടനം, അഭിനേതാക്കളുടെ പ്രകടനം, ഒപ്പം വിഷ്വലൈസേഷൻ അടക്കം ഏറ്റവും മികച്ചത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന പ്രകടനം. അതാണ് ആളുകളുടെ വിലയിരുത്തലും. എന്തായാലും ഈ കാന്താര 2 ചിത്രീകരണ വേളയിൽ തന്നെ നിരവധി വിവാദങ്ങളൊക്കെ ഉയർന്നതാണ്. കാരണം അണിയറ പ്രവർത്തകർക്ക് അപകടങ്ങൾ പറ്റുന്നു, അത് ചില അന്ധവിശ്വാസങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് വാർത്തകൾ വരുന്നു. അങ്ങനെ പലതരത്തിൽ മുമ്പും ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ തന്നെ ഉണ്ടായതാണ്. MS ഹരികൃഷ്ണൻ തന്നെ നമുക്കൊപ്പമുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കാന്താര 2 ചിത്രീകരണ വേളയിലുണ്ടായ ചില സംഭവങ്ങളൊക്കെ ആ ചിത്രത്തിൻ്റെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ടൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഗോസിപ്പുകളൊക്കെ വളരെ പ്രകടമായിരുന്നു. എന്തായാലും പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് സിനിമ. ബോക്സ് ഓഫീസ് കണക്കുകൾ എന്തെങ്കിലും പുറത്തു വരാറായോ?
സഹിത് ആദ്യ ഷോ ആണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും ബോക്സ് ഓഫീസ് കണക്കുകളിലേക്ക് വരുന്നില്ല. പക്ഷേ ഇതിന്റെ പ്രീ ബുക്കിങ്ങുകൾ തന്നെ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കാന്താര പോലൊരു സിനിമ 2022 അതിന്റെ ചാപ്റ്റർ 2 റിലീസായതിനു ശേഷം ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ഫ്രാഞ്ചൈസിനാണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർ പ്രതികരണം നമ്മളിപ്പോൾ കണ്ടതാണ്. അവർക്ക് വാക്കുകൾ കിട്ടാതെ വളരെ എക്സൈറ്റഡോടെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ വന്ന് സംസാരിക്കുകയും ചെയ്തത് ആദ്യ പ്രദർശനത്തിന് ശേഷം. ഞാനും അതുപോലെ തന്നെയാണ് സംസാരിച്ചത്. കാരണം അത് ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാതെ നമ്മൾ മതിമറന്നു പോകുക എന്നൊക്കെ രീതിയിലും പറയാം. അത് അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് കാന്താര ചാപ്റ്റർ 1. ചാപ്റ്റർ 2 ആണ് നേരത്തെ റിലീസ് ചെയ്തിരുന്നത്. ഋഷഭ് ഷെട്ടിയെ പലരും ഇന്ത്യ ഒട്ടാകെ തന്നെ അറിയപ്പെടുകയും കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡ് തന്നെ മികച്ച നടനല്ലോ കിട്ടിയെന്ന് ഋഷഭ് ഷെട്ടിക്ക് ഈ കാന്താര എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുപോലൊരു പ്രകടനത്തിൻ്റെ ഇരട്ടി മധുരത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ സിനിമ ചെയ്യുന്നത്. മാത്രമല്ല തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അതിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. സോ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗുളികൻ പശ്ചാത്തലത്തിലേക്കാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടായ അപകടങ്ങൾ, 4 മരണങ്ങളാണ് ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഉണ്ടായത്. ഒരു ബസ് അപകടം സംഭവിക്കുന്നു. ഋഷഭ് ഷെട്ടി തന്നെ ഒരു ബോട്ട് അപകടത്തിൽ ഒരു മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് നായകനായ ഋഷഭ് തന്നെ പറയുന്നു. അങ്ങനെ ഒരു വേളയിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഗോസിപ്പുകൾ, പല അന്ധവിശ്വാസങ്ങൾ എല്ലാം തന്നെ പരന്ന ഒരു ഷൂട്ടിംഗ് സെറ്റ് തന്നെയായിരുന്നു കാന്താരയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ സിനിമയുടെ വേർഡിക്റ്റ് വരുമ്പോഴേക്കും, ആദ്യ പ്രദർശനം വരുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കർണാടകയിലും ചെന്നൈയിലും ഒക്കെ ആയിട്ട് പ്രീമിയർ ഷോസ് നടന്നിരുന്നു. എന്നാൽ രാത്രി മുതൽ തന്നെ സോഷ്യൽ മീഡിയ തരംഗമായി മാറുകയായിരുന്നു. കാരണം അത്രമാത്രം പ്രീമിയർ ഷോയിൻ്റെ വേർഡിക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടിട്ട്, പ്രത്യേകിച്ച് നടിയായ ജ്യോതി കൃഷ്ണ, അജയൻ്റെ 2ാം മോഷണം സംവിധാനം ചെയ്ത ജിതിൻ ലാൽ, ഇവരൊക്കെ തന്നെ പ്രീമിയർ ഷോ കണ്ടതാണ് മലയാളികളുടെ കൂട്ടത്തിൽ നിന്ന്. ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വന്ന് ഇത് ഗംഭീരമായ സിനിമയാണെന്ന് വന്ന് അപ്പോൾ തന്നെ ഒരു വേർഡിക്റ്റ് പറഞ്ഞതോടുകൂടി മലയാളികൾക്കുള്ളിൽ ഒരു ആകാംക്ഷ വളരെയധികം വർദ്ധിക്കുകയായിരുന്നു. പിന്നീടാണ് 6:30 ഷോയ്ക്ക് കേരളത്തിൽ പല സെൻറ്ററുകളിൽ ഉൾപ്പെടെ തന്നെ ഇത് വലിയ കളക്ഷനിലേക്ക് നീങ്ങുന്ന, അല്ലെങ്കിൽ പല സീറ്റുകൾ പോലും കിട്ടാനില്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായത്. പല സെൻറ്ററുകളിലും ഹൗസ്ഫുള്ളായിട്ട് മാറി. 6:30 കേരളത്തിലുടനീളം ഷോ ആരംഭിക്കുകയും ചെയ്തത്. അങ്ങനെ നമ്മൾ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് പോലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഭയങ്കരമായ റെസ്പോൺസ് ഉണ്ടാകുന്നു. ജയറാം ഉൾപ്പെടെ, പ്രത്യേകിച്ചും മലയാളത്തിൽ നിന്ന് നമ്മുടെ ഒരു സൂപ്രതാരം കന്നഡയിൽ പോയി അതിഗംഭീരമായ ഒരു വേഷം കൈകാര്യം ചെയ്യുക. നായികയായ രുക്മിണി വസന്തിൻ്റെ കഥാപാത്രത്തെ എടുത്തു സൂചിപ്പിക്കുന്നു. ഋഷഭ് ഷെട്ടി തന്നെയാണ് ആദ്യ ഭാഗത്തിൽ, ചാപ്റ്റർ 2 ആണ് ആദ്യ ഭാഗം. പല കൺഫ്യൂഷൻസും ഉണ്ടാവാറുണ്ട്. ചാപ്റ്റർ 2 ആണ് ആദ്യ ഭാഗം. 2ാം ഭാഗം ഇന്ന് റിലീസായത് ചാപ്റ്റർ 1 ആണ്. അത് ഇതിൻ്റെ പ്രീക്വലാണ്. അപ്പോൾ ആ സിനിമ ആദ്യ ഭാഗം ഋഷഭ് ഷെട്ടിയുടേത് മാത്രമായിരുന്നെങ്കിൽ ഈ ഭാഗത്തിൽ അങ്ങനെയല്ല. പലർക്കും സ്പേസ് കൊടുക്കുന്നുണ്ട്. ജയറാമിന് ഉൾപ്പെടെ, രുക്മിണി വസന്തിന് ഉൾപ്പെടെ വളരെ സ്ട്രോങ് കഥാപാത്രം കൊടുക്കുന്നുണ്ട്. ബർമേന്നാണ് ഋഷഭ് ഷെട്ടി അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര്. ബർമയായിട്ട് തകർത്താടുകയായിരുന്നു ഋഷഭ് ഷെട്ടി എന്ന് പറയാതിരിക്കാൻ വയ്യ. ആദ്യ ഭാഗത്തിൽ അവസാനത്തെ 20 മിനിറ്റാണ് ആ സിനിമയെ ഏറ്റവും കൂടുതൽ കൊണ്ടുപോയതെങ്കിൽ ഈ ഭാഗത്ത് സിനിമയുടെ 2ാം പകുതി ഉടനീളം ഒരുപാട് മാസ് എലിവേഷൻസ് നൽകുന്ന രംഗങ്ങൾ ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. തീർച്ചയായും ഈ ഒരു ഈവനിങ് ഷോ കഴിയുമ്പോഴേക്കും കൂടുതൽ ഫാമിലി ഓഡിയൻസ് തിയേറ്ററുകളിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷത്തിൽ 1,000 കോടി കളക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവസാനത്തെ ഹൈപ്പ് ചിത്രമായിട്ട് മാറുന്നുണ്ട്. ആ ഹൈപ്പിനോട് നീതി പുലർത്തുന്ന ഒരു ചിത്രത്തിൽ ഒന്നായിട്ട് കാന്താര ചാപ്റ്റർ 1 മാറുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യ പ്രദർശനത്തിന് ശേഷം പറയാനുള്ളത്. സഹിത യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കാന്താര മികച്ച പ്രതികരണം. മറ്റു വാർത്തയിലേക്ക്